നമ്മുടെ മനസ്സ് എത്ര ഭാരപ്പെട്ടിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ടാകും. തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രത്യാശ വർദ്ധിക്കും. നമ്മുടെ വ്യാകുലങ്ങളൊക്കെ നമ്മെ വിട്ടു മാറുന്നത് പോലെ തോന്നും. വേദനപ്പെടുന്ന ഹൃദയത്തിൽ ഒരു ആശ്വാസം കടന്നു വരും. അതാണ് തിരുവചനത്തിൻ്റെ വിശേഷത. ദൈവവചനം നമ്മെ മുഴുവനായി സന്തോഷിപ്പിക്കുന്ന വചനമാണ്. ആ വചനത്തെ ധ്യാനിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലൽ അകലുന്നത് പോലെ നമുക്കൊരനുഭവം ഉണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ലക്ഷണങ്ങളോടുകൂടിയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ദൈവം തരുന്നതിന് ഒന്നിനും ഒരു പ്രകൃതിദത്തമായ ലക്ഷണം ദൈവം ബാക്കി വയ്ക്കില്ല. അത്ഭുതകരമായിട്ടുള്ള വഴികൾ ദൈവത്തിൻ്റെ കരം തന്നെ അത് പ്രവർത്തിച്ചു എന്ന് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടുമാറ്, ലോകത്തിന് മുൻപിൽ സാക്ഷ്യം കൊടുക്കുമാറ് ദൈവം അത് അത്ഭുതകരമായി പ്രവർത്തിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് ലക്ഷണങ്ങൾ കാണും. പ്രകൃതിദത്തമായിട്ട് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഒരുപാട് ചുറ്റുപാടുകളെ അറേഞ്ച് ചെയ്യും. എന്നാൽ ദൈവം ചെയ്യുമ്പോൾ കൈ തൊടാതെ ചില കല്ലുകളാണ് വരുന്നത്. ചില കല്ലുകൾ ഭേദിക്കുവാൻ വരും, ചില കല്ലുകൾ അതിനെ സൃഷ്ടിക്കുവാൻ, തമ്മിൽ യോജിപ്പിക്കുവാൻ വേണ്ടി വരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ നിന്ന് 2 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൽ നിന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് 3 രാജാക്കന്മാർ ഒരിക്കൽ 4ാമതൊരു രാജാവിനോട് യുദ്ധത്തിന് പോയി. 3 പേരും ദൈവത്തിൻ്റെ ജനമായിരുന്നു. ആ രാജാക്കന്മാർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നു, ദൈവത്തെ അറിയുന്നവരായിരുന്നു. അവർ 4ാമതൊരു ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടാണ് പുറപ്പെട്ടത്. 6-7 ദിവസം കാട്ടിൽ കൂടെയും മരുഭൂമിയിൽ കൂടെയും ഒക്കെ ചുറ്റി നടന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കും അവർക്കും അവരുടെ മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെ, തോട്ടിലെല്ലാം വെള്ളം കിട്ടാതെ അവർ ദാഹിച്ചു വലഞ്ഞു. എന്തു ചെയ്യും? ദൈവത്തോട് ചോദിച്ചിട്ടാണല്ലോ വന്നത്. ദൈവം നമ്മെ കൊല്ലുവാനാണോ ഈ കാട്ടിൽ കൊണ്ടുവന്നതെന്ന് അവർ 3 പേരും കൂടെ തമ്മിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷെങ്കിൽ അവർ സംസാരിച്ചത് ദൈവം കേട്ടു. അതിൽ ഒരുവൻ പറഞ്ഞു, ഈ ദേശത്തൊരു പ്രവാചകനുണ്ടെങ്കിൽ, ഒരു ദൈവപുരുഷനുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വരെ പോയി നമുക്കൊരാലോചന ചോദിക്കണം. അവൻ നമ്മോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും. നോക്കൂ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന വഴി നോക്കൂ. അങ്ങനെ അവർ എലീശ പ്രവാചകൻ്റെ അടുത്ത് വന്നു. അവനോട് പറഞ്ഞു, ഞങ്ങൾ വെള്ളം കിട്ടാതെ വലയുന്നു, ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടാണ് വന്നത്. ദൈവം ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കാട്ടിലെല്ലാം ചുറ്റി നടക്കുകയാണെന്ന് പറഞ്ഞ് ചുരുക്കി പറയട്ടെ. പ്രവാചകൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ദേശത്തെല്ലാം നടന്ന് നിങ്ങൾ അനേകം കുഴികൾ കുഴിക്കണം. ദൈവത്തിന് മഹത്വം. 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ അവരോട് പറയുകയാണ്, ഈ താഴ്വരയിൽ അനേകം കുഴികൾ കുഴിക്കണം. ആ കുഴിയിൽ ദൈവം വെള്ളം നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 3 രാജാക്കന്മാർക്കും അവരുടെ മൃഗങ്ങൾക്കും ആളുകൾക്കും ഒക്കെ കുടിക്കുവാൻ, വേണ്ടുപോലെ കുടിക്കുവാൻ ഒരു കുഴിയിലെ വെള്ളം ധാരാളമാണ്. പ്രത്യേകിച്ച് ദൈവം അവിടെ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ ആ വെള്ളം വറ്റാത്ത വെള്ളമായിരിക്കുമല്ലോ. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ പോയിരുന്നിരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന വന്നത്, നിങ്ങൾ അനേകം കുഴികൾ കുഴിക്കുക. അങ്ങനെ നിങ്ങൾ അനേകം കുഴി കുഴിക്കുമ്പോൾ അതിനുശേഷം പ്രവാചകൻ പറയുകയാണ് അതിൻ്റെ 17-ാം വാക്യത്തിൽ, നിങ്ങൾ കാറും കോളും മഴയും കാറ്റും ഒന്നും കാണത്തില്ല, പക്ഷെങ്കിൽ ഈ കുഴികളിലെല്ലാം ദൈവം വെള്ളം നിറയ്ക്കും. ബുദ്ധിക്കതീതമായ സംഭവം. പ്രൈസ് ദി ലോർഡ്. സാധാരണ ബുദ്ധിക്ക് നിരക്കാത്തത്. സാധാരണയായി ഒരു വലിയ കുഴികളിൽ വെള്ളം നിറയണമെങ്കിൽ മഴയുണ്ടാകണം, കാറ്റുണ്ടാകണം, അല്ലെങ്കിൽ വലിയ ഒരു ഇടിമുഴക്കത്തോടു കൂടി ധാരാളം വെള്ളം ഒലിച്ചു വരണം, ഉറവകൾ പുറപ്പെടണം.
എന്നാൽ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ കാറ്റും മഴയും മേഘവും ലക്ഷണങ്ങളും ഒന്നും കാണുകയില്ല, പക്ഷേ ദൈവം ഈ കുഴികളിൽ വെള്ളം നിറയ്ക്കും. അതെന്തിനാ ഈ അനേകം കുഴികൾ നിറയുന്നത്? നമ്മൾ സാധാരണയായി ദൈവത്തോട് ചോദിക്കുന്നത് നമ്മുടെ കാര്യം മാത്രമായിരിക്കും. പക്ഷേ ദൈവം പെയ്യ്ക്കുന്ന മഴ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ മഴ പെയ്യ്ക്കും. ദൈവം ചില കുഴികളെ നിറയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെയല്ല. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു നന്മ തന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ ഭാര്യയും കുഞ്ഞുങ്ങളോടും ഒക്കെ പറഞ്ഞ്, ഓ ദൈവം ഇന്നതെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ പറയും, നിങ്ങൾ അയൽവക്കത്തെക്കുറിച്ച് നാട്ടുകാരെക്കുറിച്ചും ചിന്തിക്കേണ്ട, നമ്മുടെ കാര്യം ചിന്തിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ ഭാര്യയെ ചിലപ്പോൾ പറയും, ഇല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് പറയും, ഇല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ മാതാപിതാക്കളോ പറയും. നമ്മൾ നാട്ടുകാരെ നന്നാക്കാൻ പോകണ്ട, നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുക. ഒരു കുഴി മതിയല്ലോ, ധാരാളം കിണറുകൾ കുഴിക്കണോ? നമുക്ക് ആവശ്യമുള്ള വെള്ളം അവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കോരിക്കോട്ടെന്ന് പറയും. പക്ഷേ ദൈവം എലീശായോട് പറഞ്ഞത്, ഈ രാജാക്കന്മാരോട് പറയുക, ഈ താഴ്വരയിൽ അനേകം കുഴികൾ കുഴിക്കുക. കാരണം ദൈവം വരുത്തുന്നതായ വെള്ളം എല്ലാ ജനങ്ങൾക്കും കുടിക്കുവാൻ അത് ഉപകരിക്കണം. നമുക്ക് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി സകല മനുഷ്യരും കാണത്തക്ക രീതിയിൽ അത് പ്രകടമാക്കുമാറ് ലക്ഷണങ്ങളില്ലാതെ ദൈവം ചെയ്യിക്കുന്നതായ അത്ഭുത പ്രവൃത്തികളെ സകല ലോകത്തിനും അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രസാദമാണ്. ദൈവത്തിന് നമ്മൾ മാത്രമല്ല വേണ്ടത്, സകല മൃഗങ്ങളും. അവിടെ എലീശ ആ ജനത്തോടെ രാജാക്കന്മാരോട് പറയുകയാണ്, ആ കുഴികളിൽ വെള്ളം നിറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗങ്ങളും മറ്റ് മൃഗങ്ങളും, അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്ത കുറേ മൃഗങ്ങൾക്കും ദേശത്തിലുള്ളതായ മൃഗങ്ങൾക്കും ദാഹം കൊണ്ട് വലഞ്ഞു നിൽക്കുന്നതായ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പരമാർത്ഥികളായിട്ടുള്ളതായ എട്ടും പൊട്ടും അറിയാത്ത അനേകം മൃഗങ്ങൾ ഈ ചുറ്റുപാടുകളിലും താഴ്വരകളിലും ഉണ്ട്. ദൈവത്തിൻ്റെ മഴയെ നോക്കി കാത്തിരിക്കുന്നവർ, ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ കാതോർത്തിരിക്കുന്നവർ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നവർ, പ്രവാചകന്മാർക്ക് കാണുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയാത്തതായ ഒരു കൂട്ടം മൃഗങ്ങൾ, ഒരു കൂട്ടം മനുഷ്യർ, ഒരു കൂട്ടം ജാതികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായി ദൈവത്തിനറിയാം. അതിനുവേണ്ടി കുഴിക്കുവാൻ ദൈവം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കുഴികൾ കുത്തുവാൻ, നമ്മെ വിശ്വാസത്താൽ കുഴിക്കുവാൻ ദൈവം ഒരു കൂട്ടം ജനത്തെ അന്വേഷിച്ചു. അവർ വിശ്വാസവീരന്മാരായിരിക്കണം. അവർ കുഴിക്കുന്ന കുഴികളിൽ നിന്ന് ദേശത്ത് എല്ലാവർക്കും ദാഹമടങ്ങുമാറ്, അവിടെ നിന്ന് വെള്ളം പുറപ്പെടുമാറ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവിടെ വെളിപ്പെടണം. കഥ അവിടെ വിവരിച്ചിരിക്കുന്നത് ഒരു യുദ്ധത്തോടുള്ളതായ ബന്ധത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഈ പ്രസ്തുത സംഭവത്തെ എടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന പല പ്രവൃത്തികളും ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ പലപ്പോഴും ലക്ഷണങ്ങൾ നോക്കിയിരിക്കും. ഇനി ഒരു പക്ഷേ ദൈവം ഒരു കുഴിയിൽ വെള്ളം നമുക്ക് വേണ്ടി നിറയ്ക്കുന്നെന്നിരിക്കട്ടെ, ദാരിദ്ര്യവും ക്ഷാമവും വരൾച്ചയും അല്ലെങ്കിൽ വളരെയധികം പ്രയാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം ഒരു സമൃദ്ധിയെ ഉണ്ടാക്കിയാൽ, നമ്മൾ ലക്ഷണങ്ങളോടുകൂടിയാണ് അത് സമൃദ്ധി ഉണ്ടായതെങ്കിൽ നമ്മൾ എന്ത് പറയുമെന്നറിയാമോ? നമ്മൾ തൃപ്തരായി കഴിയുമ്പോൾ, ഓ മഴ പെയ്തിട്ടാണ് ആ കുഴിയിൽ വെള്ളം നിറഞ്ഞതെന്ന് നമ്മൾ നേരെ പ്ലേറ്റ് അങ്ങ് തിരിക്കും. ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം പ്രകൃതിക്ക് കൊടുക്കും, ചുറ്റുപാടുകൾക്ക് കൊടുക്കും, കാരണഭൂതങ്ങൾക്ക് കൊടുക്കും. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ പ്രവൃത്തിയാൽ, കരങ്ങളാൽ, അത് ആകാശത്ത് നിന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം തൻ്റെ സ്വന്തം കരം കൊണ്ട് പ്രവർത്തിച്ചതായ പ്രവൃത്തി എന്നാൽ നമ്മുടെ ഹൃദയങ്ങളിൽ മനുഷ്യപുത്രന്മാരോട് സംസാരിക്കേണ്ടതിന് ലക്ഷണങ്ങളെ കൂടാതെ, കാരണങ്ങൾ കൂടാതെ, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ കൂടാതെ, അനുകൂലമായ സാഹചര്യങ്ങളെ വരുത്തി തീർക്കാതെ ദൈവം പ്രതികൂലതയുടെ മധ്യത്തിൽ വിശ്വാസത്താൽ കുഴിക്കുന്ന കുഴികളിൽ ദൈവം വെള്ളം നിറയ്ക്കും. നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടണം. നമ്മൾ വിശ്വാസത്താൽ വലിയ വിശാലതയെ നമ്മൾ കാണുന്നവരായിരിക്കണം. നമ്മൾ കുടിക്കുന്നത് നമ്മൾ വിശ്വാസത്താൽ കാണണം. നമുക്ക് തൃപ്തി വരുന്നത് നമ്മൾ കാണണം. അതുപോലെ നമ്മുടെ മൃഗങ്ങൾ, നമ്മുടെ ആടുമാടുകൾ, നമ്മളുടേതല്ലാത്ത മറ്റ് മൃഗങ്ങൾ
കുടിക്കുന്നത് വിശ്വാസത്താൽ കാണണം. ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ അംശികളാണ് ഇവരൊക്കെയും എന്ന് നാം ഉൾക്കൊള്ളുമ്പോഴാണ് നാം കുഴിക്കുന്ന കുഴികളിൽ ദൈവം വെള്ളം അത്ഭുതകരമായി നിറയ്ക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഇവിടെ ദൈവം നമുക്ക് എടുത്തു കാണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രകൃതിദത്തമായിട്ടുള്ളതായ ഒരു കാരണങ്ങളാൽ നമുക്കുണ്ടായതായ സൗഖ്യത്തെ, നമുക്കുണ്ടായതായ സമൃദ്ധിയെ, നമുക്കുണ്ടായതായ അല്ലെങ്കിൽ ഓരോ നന്മകളെയൊക്കെയും നമ്മൾ തത്തുല്യപ്പെടുത്തി ആശ്രിതമാക്കി നമ്മൾ ചിന്തിക്കാറുണ്ട്. ദൈവത്താൽ നടന്നതായ പ്രവൃത്തിയെ പ്രകൃതിദത്തമായി നടന്നതെന്ന് നമ്മൾ പലപ്പോഴും ആക്കി തീർക്കുന്ന ഒരനുഭവം നമുക്കുണ്ടായേക്കാം. അതിനെ കണിക്കുന്നതിന് വേണ്ടി ദൈവം പറയുകയാണ്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴക്കോള് കാണുകയില്ല, മേഘങ്ങൾ കാണുകയില്ല, ഒരു ഉറവകൾ നിങ്ങൾ കാണുകയില്ല, പക്ഷെങ്കിൽ വിശ്വാസത്താൽ കുഴിച്ച കുഴികളിൽ ഞാൻ വെള്ളം നിറയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ചില വാക്കുകളാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പ്രകൃതിക്ക് കൊടുക്കാതിരിക്കുവാൻ, കാരണങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ, മുഖാന്തരങ്ങൾക്ക് കൊടുക്കാതിരിക്കുവാൻ, മനുഷ്യന് കൊടുക്കാതിരിക്കുവാൻ, അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കാതിരിക്കുവാൻ, വ്യക്തികൾക്ക് കൊടുക്കാതിരിക്കുവാൻ ദൈവം തന്നെയാണ് അതിൻ്റെ ഉടമയെന്ന് നമ്മളെ മനസ്സിലാക്കിക്കുവാൻ തക്കവണ്ണം യാതൊരു ഒരു മുഖാന്തരങ്ങളുമില്ലാതെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പക്ഷെങ്കിൽ മഴയുമില്ല, കോളുമില്ല, മേഘങ്ങളുമില്ല, ഒന്നുമില്ലാത്ത സ്ഥാനത്ത് മരുഭൂമിയുടെ, തീർച്ചയായിട്ടും മരുഭൂമിയുടെ അനുഭവത്തിൽ ആ തോടുകളിൽ അത്ഭുതകരമായി വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ തീർച്ചയായിട്ടും സകല മഹത്വവും ദൈവത്തിനുള്ളതാകും. ഇല്ല എങ്കിൽ ഭാഗികമായി നമ്മൾ ദൈവത്തോട് നന്ദി പറയും. എന്നാൽ പ്രകൃതിദത്തമായ ചില സംഭവങ്ങളിന്മേൽ നമ്മളുടെ പകുതി മനസ്സ് വയ്ക്കും. ഇല്ല, ദൈവത്തിന് നമ്മുടെ മുഴു മനസ്സും ആവശ്യമാണ്. ദൈവത്തിന് നമ്മുടെ മുഴു നന്ദിയും ആവശ്യമാണ്. മുഴു വിശ്വാസവും ദൈവത്തിന് ആവശ്യമാണ്. ദൈവം നമ്മളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. അത് ദൈവത്തിൻ്റെ അവകാശമാണ്. അത് ദൈവം നമ്മളിൽ നിന്ന് അവകാശപ്പെടുവാൻ, അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരങ്ങളും കാരണങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ അതിന് ഏറ്റതായ ഒരു പോസിറ്റീവായ പശ്ചാത്തലം ദൈവം സൃഷ്ടിക്കാതെ തന്നെ എല്ലാ നെഗറ്റീവിൻ്റെ മുൻപിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ, ഏത് കഷ്ടതയിലും ദൈവം നമുക്കായി അത്ഭുതം പ്രവർത്തിക്കും. ഏതില്ലായ്മകളുടെ മുൻപിലും ദൈവം അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇറങ്ങി വരുമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ടാകും. ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന ഹൃദയങ്ങൾ, മറ്റാരിലും രക്ഷ കാണാതെ നിങ്ങൾ വലയുന്നവരാണെങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ജീവിതങ്ങളെ ആശ്വാസത്തിന് വേണ്ടി, അത്ഭുത പ്രവൃത്തികൾക്ക് വേണ്ടി, അനേക വിടുതലുകൾക്ക് വേണ്ടി, അനേക വിഷയങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, സാമൂഹ്യമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി, ആത്മീക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗമികമായ നന്മകൾക്ക് വേണ്ടി, പ്രത്യാശയുള്ളതായ ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു ജീവിതം നിങ്ങൾ ആശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ജീവിതങ്ങളെ കർത്താവിന് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാനുള്ളത്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മേഘങ്ങൾ കാണുകയില്ല, പെരുമഴ കാണുകയില്ല, ഉറവകൾ കാണുകയില്ല, ആറും തോടും ഒന്നും നിങ്ങൾ കാണുകയില്ല. പക്ഷെങ്കിൽ നീ വിശ്വാസത്താൽ കുഴിച്ച കുഴികളിൽ വെള്ളം നിറയ്ക്കുവാൻ സർവശക്തന് സാധ്യമാണ്. ആ ദൈവത്തിൻ്റെ കരത്തെ, അത്ഭുതമായ ദൈവത്തിൻ്റെ അപ്രമാദിത്യത്തെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവം എനിക്കായി അത്ഭുതം ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുട്ടുവിശ്വാസികൾക്ക് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ചിന്തയുണ്ടാകുമ്പോൾ നാം നമുക്ക് വേണ്ടി മാത്രം കുഴിക്കുന്നവരല്ല, അനേകർക്ക് വേണ്ടി, അല്ലെങ്കിൽ അനേകരുടെ ദാഹം തീർക്കുവാനുള്ള കുഴികളെ വെട്ടുവാൻ ദൈവം നമ്മുടെ കരത്തിന് ബലം തരും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ സമൃദ്ധി ഏൽപ്പിക്കുന്നത് അത് കേവലം നമുക്ക് വേണ്ടി മാത്രമല്ല. ദൈവം നമ്മെ നന്മയെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ കേവലം അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആടുമാടുകൾക്ക് വേണ്ടി മാത്രമല്ല, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്ന, ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന അനേകരുടെ കണ്ണുനീരിനെ ഒപ്പുവാൻ തക്കവണ്ണം അതിന് മുഖാന്തരമായി ദൈവം നമ്മെ ഉപയോഗിക്കും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണ ബോധമുള്ള ഒരു ജീവിതങ്ങളായി
ഈ പ്രഭാതത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.